സാധാരണക്കാർക്ക് വിശ്വസ്തയോടെ സാധനങ്ങൾ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തെത്തിച്ചിരുന്ന KSRTC കൊറിയർ സർവീസ് അടച്ചുപൂട്ടലിന്റെ വക്കിൽ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് വരുമാനം പകുതിയായി കുത്തനെ ഇടിഞ്ഞതോടെ തമ്പാനൂരിലെ പ്രധാന കൊറിയർ സെന്റർ അടച്ചുപൂട്ടി. ശമ്പളം മുടങ്ങി ജീവനക്കാരും സർവീസ് താളം തെറ്റി പൊതുജനങ്ങളും ഒരുപോലെ ദുരിതത്തിലാകുന്നതിന്റെ തമ്പാനൂരിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക്. ഇത് തിരുവനന്തപുരം തമ്പാനൂരിലെ KSRTC കൊറിയർ സെന്ററിലെ കാഴ്ചകളാണ്. ജനങ്ങൾ ഏറെ ആശ്രയിച്ചിരുന്ന, എപ്പോഴും തിരക്കു പിടിച്ചിരുന്ന ഒരു കേന്ദ്രം ഇന്നിങ്ങനെ വിജനമായി കിടക്കുന്നു. പലയിടങ്ങളിലും ഓഫീസുകൾ പൂട്ടിത്തുടങ്ങി. 30,000-ന് പുറത്ത് ദിവസവരുമാനം ഉണ്ടായിരുന്നിടത്ത് 15,000-ആയി ചുരുങ്ങി. കേരളത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് വെറും 16 മണിക്കൂർ കൊണ്ട് സാധനങ്ങൾ സുരക്ഷിതമായി എത്തിച്ചിരുന്ന സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരുന്ന തമ്പാനൂരിലെ സർവീസാണ് ഇന്ന് അധികൃതരുടെ അനാസ്ഥ കാരണം അടച്ചുപൂട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പാർസൽ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വല്ലാത്ത നഷ്ടം തന്നെയാണ്. അപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു നടപടി പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് ഞങ്ങളുടെ 10 വർഷക്കാലം വരെ നല്ല ക്ലിയർ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അത് സർക്കാർ ആ ഒരു തീരുമാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മുടക്കിയെന്നും അറിയത്തില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. KSRTCയുടെ ടിക്കറ്റ് ഇതര വരുമാന മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കൊറിയർ സർവീസ്. ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് മാസങ്ങളായി കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല പരാതിയും ശക്തമാണ്. ശമ്പളം മുടങ്ങിയതോടെ ജീവനക്കാരും പ്രതിസന്ധിയിലാണ്. ഒരു ദിവസത്തിന് ബുക്കിംഗ് വന്നിട്ട് 30,000-40,000 രൂപ വന്നുകൊണ്ടിരുന്നിടത്ത് ഇപ്പം വരുന്നത് ഒരു ദിവസത്തെ 10-15. അപ്പോൾ എന്തുമാത്രം കസ്റ്റമറാണ് ഇങ്ങോട്ട് വരുന്നത് ചോദിക്കാവുന്നത്. സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയാണ് കൊറിയർ സംവിധാനം പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അത് പുതുക്കി നൽകാനോ വേണ്ട പരിഹാരം കണ്ടെത്താനോ UDF സർക്കാർ തയ്യാറാകുന്നില്ല. 16 മണിക്കൂർ കൊണ്ട് കേരളത്തിലെവിടെയും സർവീസ് നടത്താൻ കഴിയുമെന്നതാണ് KSRTC കൊറിയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാതെ 30,000-ന് പുറത്ത് പ്രതിദിന സർവീസ് ഉണ്ടായിരുന്നിടത്ത് അതും പകുതിയിലധികമായി കുറഞ്ഞിരിക്കുകയാണ്. സർക്കാരിൻ്റെ യാതൊരുവിധ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുമില്ല. മുനീർ ഖാനൊപ്പം മുഹമ്മദ് നൗഫൽ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.